താങ്ക് യു ഡോക്ടർ ബിന്ദുരാജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPSന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1912 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ശാന്താചന്ദ്രൻ ആണ്. മാഡം നമുക്ക് മാത്രമല്ല ഹോമിയോപ്പതി സമൂഹത്തിന് ഒട്ടനവധി ക്ലാസുകൾ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ച് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. മാഡം 2021 ആതിരദാസ് സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിത്വം കൂടിയാണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശാന്താചന്ദ്രൻ മാഡമാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത്. മാഡത്തിന്റെ ഇന്നത്തെ ക്ലാസിന്റെ വിഷയം പ്രസവപൂർവ്വ പരിചരണവും ഹോമിയോപ്പതിയും, ആന്റിനേറ്റൽ കെയർ ആൻഡ് ഹോമിയോപ്പതി എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ വിഷയം. ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തിയിരിക്കുന്ന ശാന്താചന്ദ്രൻ മാഡത്തിന്റെ ക്ലാസ് കേൾക്കുവാനായി എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ശാന്താചന്ദ്രൻ മാഡത്തിനെ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മാഡം ക്ലാസ് തുടങ്ങാം. മാഡത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. താങ്ക് യു ശൈല ഫോർ ദ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. എല്ലാ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും നമ്മുടെ ഗുരു സാമുവൽ ഹനുമാൻ എല്ലാവരെയും പാദം നമസ്കരിച്ചുകൊണ്ട് IFPHന്റെ എല്ലാ സാരഥികളെയും വന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ഓക്കെ. മാഡം സൗണ്ടിന് എന്തോ ഒരു പതർച്ച. കേൾക്കാം. നേരത്തെ കേൾക്കാമായിരുന്നു. കേൾക്കാൻ കാണാം. പക്ഷെ ഇടയ്ക്ക് ഒരു നെറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. കുഴപ്പമില്ല മാഡം, തുടങ്ങാം. ശരിയായി. ഇപ്പൊ ശരിയായോ? ഞാനൊന്നും കൂടെ ശരി. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്കാണ്. ഈ പ്രീനേറ്റൽ ഓർ ആന്റിനേറ്റൽ കെയർ എന്ന് പറയുന്നത് ദ കെയർ ഗിവൺ ടു ആൻ എക്സ്പെക്ടന്റ് മദർ ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ അൺടിൽ ദ ബിഗിനിങ് ഓഫ് ലേബർ. അല്ലെ, ഒരു കൺസീവ് ചെയ്തിട്ട് ലേബർ വരെയുള്ള പീരീഡിനാണ് നമ്മൾ പ്രീനേറ്റൽ ഓർ ആന്റിനേറ്റൽ കെയർ എന്ന് പറയുക. അപ്പൊ കൊടുക്കുന്നത് അതെന്തിനൊക്കെ വേണ്ടിയിട്ട്? ടു ഇംപ്രൂവ് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഓഫ് ദ വുമൺ ആൻഡ് ദ ചൈൽഡ്. പിന്നെ വരുന്നത് ടു പ്രിവെന്റ് ദ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ദാറ്റ് ക്യാൻ അഫക്ട് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റീസിനെ ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഈ ആന്റിനേറ്റൽ പീരീഡിൽ നമ്മൾ ചെയ്യുന്ന കാര്യം. ഇതില് ആന്റിനേറ്റൽ ഒരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് I prefer 6 to 8 weeks കഴിയുമ്പോഴാണ്. കാരണം പോകുമ്പോൾ തന്നെ ഒരു പീരീഡ് മിസ്സായി എന്ന് നമ്മളിപ്പോൾ ഒരു യൂറിൻ ടെസ്റ്റ് തന്നെത്താൻ ചെയ്യുമല്ലോ, ബീറ്റാസിജിൻ ചെയ്ത് നമ്മൾ ഗൈനക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ എന്തായാലും ഒരു അൾട്രാസൗണ്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പീരീഡ് മിസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഹാർട്ട് ബീറ്റ് ഒന്നും തുടങ്ങി കാണത്തില്ല. അതുകൊണ്ട് എപ്പോഴും പോകാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വാട്ട് ഐ എം ഡൂയിങ് അതാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണോ കൊടുക്കുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഓൺലി മൈ എക്സ്പീരിയൻസ്. നമ്മുടെ ബുക്കിലൊക്കെ ഒരുപാട് മെഡിസിൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. മൈ എക്സ്പീരിയൻസ് ഐ എം ടെല്ലിങ്. ഓക്കെ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 8 weeks ആകുമ്പോഴാണ് ഞാൻ പറഞ്ഞയക്കുക. കാരണം 6 to 8 weeks ആകുമ്പോഴാണ് ഹാർട്ട് ബീറ്റ് വരിക. അതല്ല അതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്യും,
ഫീറ്റൽ ഒരു ജസ്റ്റേഷണൽ സാക്ക് ഉണ്ട്, അതിൽ പക്ഷെ ഫീറ്റസ് ഇല്ല. അങ്ങനെ ഒരു അഡ്വൈസ് വരുമ്പോൾ തന്നെ നമുക്ക് ആൻസൈറ്റി ആയി, വേണമെങ്കിൽ ആ ഒരു ഷോക്ക് കൊണ്ട് നമുക്ക് പീരീഡോ ബ്ലീഡിങ്ങോ ഒക്കെ തുടങ്ങാം. അതുകൊണ്ട് ഐ പ്രിഫർ ആഫ്റ്റർ 6 weeks, പ്രിഫറബിളി ആഫ്റ്റർ 8 weeks. അതാണ് എൻ്റെ ഒരു ഇത്. ഇനി നമ്മൾ അഡ്വൈസ് റിഗാർഡിങ് ഫുഡിനെ കുറിച്ചുള്ള അഡ്വൈസ് നമ്മൾ പറയുക, മോർ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഒത്തിരി സ്പൈസി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നും കൂടെ പറയേണ്ടി വരുന്നു, കാരണം ഇന്ന് സ്ത്രീ പുരുഷന്മാർ പ്രായഭേദമന്യേ ആൽക്കഹോളും സ്മോക്കിംഗ് ഒക്കെ ഉള്ളൊരു സന്ദർഭമാണ്. ചെറിയ കുട്ടികൾ വരെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസി പീരീഡിൽ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് നമ്മളൊരു അഡ്വൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഇനി നമ്മൾ ഈ എപ്പോഴും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോണ്ട് ടേക്ക് മെഡിസിൻ. ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോളിക് ആസിഡ്, വൈറ്റമിൻസ്, അയൺ, പിന്നെ പെയിൻ കില്ലേഴ്സ് ഇതൊന്നും എടുക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഹൈജീനിക് മെഷേഴ്സ്. അത് നമ്മൾ നിർബന്ധമായിട്ട് ഫുഡും ഇതൊക്കെ പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ പേഴ്സണൽ ഹൈജീൻ, നമ്മളെ ഡ്രസ്സില്, പിന്നെ അതെല്ലാം നമ്മൾ അഡ്വൈസ് അറിയാത്തവരാണെങ്കിലും നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കോമൺ കംപ്ലൈൻറ്റ്സ്. ഒരു കൺസീവ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ആ കൺസീവ് ചെയ്ത സമയം തുടങ്ങിയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് എന്താണെന്ന് പറയാം. ഫസ്റ്റ്, ഒരു പ്രഗ്നൻസി കുട്ടികളില്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പീരീഡ് മിസ് ചെയ്തുമ്പോൾ തന്നെ പറയുന്ന എന്താണ്, ഭയങ്കര ആൻസൈറ്റി വരും. ആ ആൻസൈറ്റിക്ക് അപ്പോൾ എപ്പോഴും ഫിയർ, ആൻസൈറ്റി, എനിക്ക് ഡോക്ടറെ ഭയങ്കര പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും ഞാൻ ചെയ്യുന്നത്, നമ്മൾ പ്രകാശൻ ഡോക്ടറിന്റെ മകനുണ്ടല്ലോ, ഈസ് നോർമൽ, ലേറ്റ് ഡോക്ടർ വിദ്യാപ്രകാശ് ഒരു സെമിനാറിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രഗ്നൻസി പോസിറ്റീവായി പറഞ്ഞിട്ട് ടൂ മച്ച് ആൻസൈറ്റി ആയിട്ട് വരുന്ന പേഷ്യൻസിന് ഇഗ്നേഷ്യ വണ്ണം 2 ഡോസ് കൊടുത്താൽ അത് വളരെ നല്ലതായിരിക്കും എന്നുള്ള, ഞാനത് കൊടുക്കാറുണ്ട് ടൂ മച്ച് ആൻസൈറ്റി വരുമ്പോൾ. അപ്പൊ നമുക്ക് ആൻസൈറ്റി കൊണ്ടുണ്ടാവുന്ന അബോർഷൻ, ബ്ലീഡിങ് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതല്ല ഓവർ ജോയി ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, ഉറക്കമില്ല ഡോക്ടറെ, സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ പറയാം. പ്രഗ്നന്റ് ആ പേടി എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാം, അക്കണൈറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് ബാച്ചിലർ റെമഡി നമുക്ക് കൊടുക്കാവുന്നത് ഫിയർ, നോൺ ഫിയർ ആണ്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഫിയർ അല്ലേ. അപ്പൊ നമുക്ക് മിമുലസ്, ഹോൺബീം, റോക്ക് റോസ്, വാൾനട്ട്, ഇത് ഇത്രയും വളരെ എഫക്റ്റീവാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. സ്പീഡ് കൂടിയോ ശൈല? ഓക്കെ. പിന്നെ ഓക്കെ ആണ്. ഇനി നമുക്ക് ആ ഇനീഷ്യൽ പ്രഗ്നൻസിയിൽ എപ്പോഴും ഒരു ഇംപ്ലാന്റേഷൻ ഫിയർ ആണ്. ഇംപ്ലാന്റേഷൻ വരുന്ന സമയത്ത് കുറച്ച് സ്പോട്ടിങ്ങും ഒരു ബ്ലീഡിങ്ങിന്റെ ടെൻഡൻസി ഉണ്ടാവും. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടിയാകും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പേഷ്യന്റ് കൺസീവായി യൂറിൻ പോസിറ്റീവായി ബീറ്റാസിറ്റി നോക്കി പോസിറ്റീവായി എന്ന് പറഞ്ഞ് വരുമ്പോൾ അവരുടെ കയ്യിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കയ്യിൽ വയ്ക്കാനായി അക്കണൈറ്റ് വണ്ണമും റെസ്ക്യൂ റെമഡിയും കൊടുത്തു വിടും. അതുപോലത്തെ ഒരു ചെറിയ സ്പോട്ടിങ് അങ്ങനെ കാണുവാണെങ്കിൽ ഉടനെ അക്കണൈറ്റ് വണ്ണം 1 ഡോസ് എടുക്കുക, റെസ്ക്യൂ റെമഡി ഫ്രീക്വന്റ് ഡോസ് എടുക്കാൻ പറയും. എന്നിട്ട് നമ്മൾ 1 മാസത്തേക്ക് അക്കണൈറ്റ്, കോൺട്രവേഴ്സി ഉണ്ടാകാം, പക്ഷെ ഞാൻ
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറെ കൂടുതൽ മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ കൊടുക്കുക രാവിലെ അക്കണൈറ്റ് 30, ഉച്ചയ്ക്ക് ആർണിക്ക 30, നൈറ്റിൽ സിംസിഫുക 30. ഇതൊരു നമ്മൾ സ്കാൻ ചെയ്ത് പിന്നെ എന്താണ് നോർമൽ ഹാർട്ട് ബീറ്റ് വന്നു, ഗ്രോത്ത് കറക്റ്റ് എന്ന് അറിയുന്നത് വരെ ഈ 3 മെഡിസിനും കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വൈബോർണം പ്രൂണിഫോളിയം, ഓപ്പുലസ് അല്ല പ്രൂണിഫോളിയം, ഒരു 5 ഡ്രോപ്പ് വെച്ചിട്ട് ഡെയിലി ട്വൈസ് ആയിട്ട് കൊടുക്കും. അപ്പൊ അത്രയുമാണ് ആൻസൈറ്റിയും പിന്നെ ഇംപ്ലാന്റേഷൻ ഫിയറും പ്രഗ്നൻസി ഫിയറും എല്ലാം ഇതുകൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഇനി അടുത്ത് പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞാൽ ഉടനെ ഒരു മോർണിംഗ് സിക്നസ് അല്ലെങ്കിൽ വോമിറ്റിംഗ്, ഛർദിച്ചില്ലെങ്കിൽ പ്രഗ്നൻസി ശരിയായോ എന്നുള്ള ഡൗട്ടുള്ളവരാണ് പലരും. അപ്പൊ ഞാൻ പറയും 1-2 ദിവസമൊക്കെ ഛർദിച്ചാൽ മതി, എല്ലാവരും അറിഞ്ഞല്ലോ, പ്രഗ്നൻസി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി തൽക്കാലം ഛർദിൽ നിർത്തി വെക്കാൻ പറയും. അതല്ല, അതൊരു ഇമോഷണൽ ഒരു കോസും കൂടിയാണ്. പിന്നെ ഞാൻ പറയാം, അത് നമ്മൾ ഛർദി വരുന്നത് മോർണിംഗ് സിക്നസ് ഡ്യൂ ടു ഹോർമോണൽ ചേഞ്ചസ് ഇൻ ദ ഹോർമോൺ ലെവൽ. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിൻ്റെ അടുക്ക നമ്മൾ പറയാ, ഈ ഫുഡ് എപ്പോഴും ഇഷ്ടം തോന്നുമ്പോൾ കഴിക്കാൻ പറയും, സ്മോൾ ക്വാണ്ടിറ്റീസ്. ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ കുറേശ്ശെ കഴിച്ചാൽ മതി എന്ന് പറയും. പിന്നെ വെറുതെ ഒരു നോസിയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇപ്പിക്കാക്ക് തന്നെയാണ് അതിൻ്റെ നല്ല മെഡിസിൻ. പിന്നെ ചിലര് പറയും പിന്നെ തൊണ്ടക്കുഴിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വോമിറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് വരുവാന്ന് പറയും. അങ്ങനെ പറയുന്നവർക്ക് ലോബീലിയ 30 നല്ല ആക്ഷൻ കിട്ടാറുണ്ട്. പിന്നെ ഈ പിന്നെ നിങ്ങൾക്ക് സിംഫോറി കാർപ്പസ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ അനുഭവം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ആ ബുക്കിൽ പറയുന്നുണ്ടെന്ന് പറയും, എൻ്റെ അനുഭവം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനി ഈ കൂടുതൽ വോമിറ്റിംഗ് വരുമ്പോൾ നമുക്ക് ബാച്ചുലർ റെമഡി കൊടുക്കുന്നത് ക്രാബ് ആപ്പിള്, മീംബുലസ്, സ്ക്ലീറാന്തസ്, വാൾനട്ട്. ഇത് ഇത്രയും നമുക്ക് മിക്സ് ചെയ്തങ്ങ് ഒരു ഡ്രോപ്പ് ഡോസായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. വോമിറ്റിംഗ് തോന്നുമ്പോഴൊക്കെ തന്നെ നമുക്കൊരു 10 തുള്ളി വെച്ചിട്ട് ഇടാൻ പറയും, നാക്കിലിടാൻ പറയും. ഇനി എന്നിട്ട് ഛർദി നിൽക്കുന്നില്ലെങ്കിൽ അമൈഗ്ഡാലസ് 30 നല്ലൊരു മെഡിസിൻ. ഭയങ്കര വോമിറ്റിംഗ് ആണ്, പിന്നെ നമുക്ക് BP ഫോള് വരുന്ന പോയി ഡ്രിപ്പ് ഇടണം, അങ്ങനത്തേക്ക് ഒരു കണ്ടീഷൻ വരുമ്പോൾ അമൈഗ്ഡാലസ് 30 അതും പിൽസ് ആക്കി കൊടുത്തിട്ട് വോമിറ്റിംഗ് സെൻസേഷൻ വരുമ്പോൾ ഇങ്ങനെ വായിലിട്ട് അത് സ്വീ ചെയ്യാനാണ് ഞാൻ പറയുക. ഇനി അതിൽ നിൽക്കണില്ല, സിവിയർ വോമിറ്റിംഗ് വരുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ് സിറിയം മോക്സ് 3x. അതെനിക്ക് നമുക്ക് ജയറാം ഡോക്ടർ പറഞ്ഞു തന്നൊരു ടിപ്പാണത്. അത് നല്ലൊരു മെഡിസിനാണ്, അത് നമുക്ക് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന നക്സോമിക്ക, ഇമ്മീഡിയറ്റ്ലി ഭക്ഷണം കഴിച്ച ഉടനെ ഛർദിക്കുന്നതിന് നക്സോമിക്ക, പിന്നെ സെപ്പിയ ഇങ്ങനെ സ്മെല്ലും പിന്നെ ഭക്ഷണം കാണുമ്പോഴും ഒക്കെ ഉള്ള ഛർദിയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സെപ്പിയ കൊടുക്കും. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു പ്രഗ്നൻസി ഇതറിഞ്ഞ് ഇംപ്ലാന്റേഷന് കുഴപ്പമില്ല, വേറെ ഒരു പ്രോബ്ലം ഇല്ല, ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, നോസിയ വരും, ഛർദിച്ചോ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ എപ്പോഴും ഏർലി പ്രഗ്നൻസിയിൽ ഒരു വീക്കിലി വൺസ് സെപ്പിയ 200 ഒരു 4 ഡോസ് കൊടുക്കും. 1 മന്ത് കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ തൂജ 200 വീക്കിലി വൺസ് കൊടുക്കും. അപ്പൊ ഇത് കൊടുക്കുമ്പോഴത്തേക്കും വലുതായിട്ട് അങ്ങനെ ഒരു ഛർദിൽ അങ്ങനെ കണ്ടെത്തുന്നു. പിന്നെ ഒരു സജഷൻ കൂടെ ഞാൻ ചെയ്യും, എന്താന്ന് വെച്ചാൽ ഒരു ഗ്രോത്ത് ഡിഫക്റ്റോ ഒരു അബ്നോർമാലിറ്റിയോ ഒക്കെ വരാതിരിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, രാത്രി കിടക്കുന്നതിന് മുമ്പേ ബ്രഷ് ചെയ്തിട്ട് കിടക്കുന്നു. രാവിലെ തന്നെ തൈറോയിഡിനം 3x പൗഡർ ഫോമിൽ കൊടുക്കും. കണ്ണ് തുറക്കുന്ന ഉടനെ തന്നെ ഒരു 5 നുള്ള്
ആ തൈറോയിഡിനം 3x നാക്കിലിട്ടിട്ട് അത് പതുക്കെ അലിച്ച് ഇറക്കാൻ പറയും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് ഗ്ലൂക്കോസ് വെള്ളം അത് കുടിച്ചിട്ട് കണ്ണ് തുറന്ന് തന്നെ കുറച്ച് സമയം കിടന്നിട്ട് പതുക്കെ ഒരു സൈഡ് ചെരിഞ്ഞ് എഴുതാക്കാൻ പറയും. ഒരു 80% വോമിറ്റിംഗ് മോർണിംഗ് സിക്നസ് കേസ് എനിക്ക് അതുകൊണ്ട് കവർ ചെയ്ത് കിട്ടാറുണ്ട്. അതാണ് ആന്റിനേറ്റൽ കെയറിൽ മോർണിംഗ് സിക്നസ് ഇത്രയും കൊണ്ട് കവർ ചെയ്യുക. ഇനി നമുക്ക് ഒരു ക്രേവിങ്സ് പൈക്ക അല്ലേ? അപ്പോൾ ഇൻഡൈജസ്റ്റബിൾ തിങ്സ്, കരി, ചോക്ക്, ചുണ്ണാമ്പ് അതൊക്കെ തിന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അലൂമിനിയാണ് വരുന്നത്. അലൂമിന കൊടുക്കാറുണ്ട്. പിന്നെ ഭയങ്കര ക്രേവിങ് ഫോർ മീറ്റ്, ഇറച്ചിയൊക്കെ കഴിക്കണം, പുളി കഴിക്കണം എന്നൊക്കെ പറയുന്നത് മാക്കാർബ് കൊടുക്കാം. ഇനി ഉപ്പിനോട് ഭയങ്കര ആസക്തി ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന നാട്രമുക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പഞ്ചസാരയും ഉപ്പും പുളിയും അച്ചാറും എല്ലാം കൂടുതൽ കഴിക്കണമെന്നുള്ളവർക്ക് നമുക്ക് സൾഫർ അമിതമായിട്ട് വരുമ്പോഴേ ഇതിൻ്റെയൊക്കെ ആവശ്യം. അല്ലാതെ എപ്പോഴും ഒത്തിരി അങ്ങനെ വേണം. ഒരു നോർമൽന്ന് ഒരു ചെറിയ പുളി കഴിച്ചു, ചെറുത് മധുരം കഴിച്ചു, അങ്ങനെയല്ല. ഒരു അബ്നോർമൽ ക്രേവിങ് വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. വോമിറ്റിങ്ങിന്റെ കാര്യത്തിൽ ഒരു മെഡിസിനും കൂടെ ഞാൻ പറഞ്ഞുപോയി. അത് സിവിയർ വോമിറ്റിംഗ് വന്ന് ശരീരമൊക്കെ തണുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഡ്രിപ്പ് കൊടുക്കണം എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ദുറാട്രമായിട്ട് കേട്ടോ. വോമിറ്റിങ്ങിന്റെ കൂടെ പറയേണ്ടതായിരുന്നു, അത് വിട്ടു. പിന്നെ ക്രേവിങ്ങിന്റെ ഇതില് കുറെ ചോക്കും ചുണ്ണാമ്പും ഒക്കെ നക്കണ ഒരു പ്രകൃതി, പച്ചരി തിന്നാൻ തോന്നണം എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൽക്കേരിയ കാർബ്. അത്രയാണ് ക്രേവിങ് ഫോർ സോ മെനി തിങ്സ്. അബ്നോർമൽ ക്രേവിങ് അത് ഞാൻ പറഞ്ഞു. ഇനി അവേർഷൻ, ഫുഡ് അവേർഷൻ പറയുന്ന ഒരു ഫുഡും കഴിക്കാൻ തോന്നണില്ല എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതിൽ ലോറോസിറസ് ആണ്. അങ്ങനെ നമ്മൾ റെപ്പറേറ്ററി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല, ഞാൻ അങ്ങനെ പറയുന്നു. അക്സോണിക്കയാണ് ഞാൻ കൊടുക്കാത്തത് പറയുന്നില്ല. ഞാൻ ബുക്കിലുണ്ട് എങ്കിലും ഞാൻ പറയുന്നു. അത് തന്നെ തിങ്കിങ് ഓഫ് ഫുഡ് ഇറ്റ് സെൽഫ് കോസ് വോമിറ്റിംഗ്, അത് പറയുമ്പോൾ നമുക്ക് അവേർഷൻ ഫുഡ് സെപ്പിയ തന്നെ. അപ്പൊ നമ്മൾ ആദ്യത്തെ മാസം 4 ഡോസ് സെപ്പിയ 200 കൊടുക്കുമ്പോൾ അതെല്ലാം ഇതിലാണ് കവർ ചെയ്യാറ്. ഇനി അപ്പോൾ അവേർഷൻ, ക്രേവിങ് ഫോർ ഫുഡ്, അവേർഷൻ ഫുഡ് അതത്രയും. ഇനി പറയാനുള്ളത് നെഞ്ചരിച്ചില്. എന്ത് കഴിച്ചാലും ഭയങ്കര നെഞ്ചരിച്ചില്. മുളക് അരച്ച് തേക്കുന്നവർ അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ എരിഞ്ഞു കയറണമെന്ന് പറഞ്ഞാൽ ക്യാപ്സിക്കമാണ്. അതും ജയറാം ഡോക്ടറിൻ്റെ നിന്ന് കിട്ടിയൊരു ടിപ്പാണ്. ഞാൻ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. ഇനി ഒത്തിരി ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ട് ഉള്ള ചെസ്റ്റ് ബേണിന് നമ്മൾ പൾസാറ്റിലാണ് വരുന്നത്. ഒത്തിരി പുളിയൊക്കെ കഴിച്ച് ഉള്ള ഹാർട്ട് ബേണിന് കൽക്കേരിയ കാർബ്, ആന്റി ക്രൂഡ് അതങ്ങനെ നമുക്ക് കൊടുക്കാം. ഹാർട്ട് ബേണും കഴിഞ്ഞു. ഇനി ഈ കംപ്ലൈൻസ് വരുന്നത് ഒന്ന് കോൺസ്റ്റിപ്പേഷൻ നമ്മൾ ഡ്രൈ ആയിട്ട് ഒന്ന് ഡയറ്റാണ് ആദ്യം നമുക്ക് പറയേണ്ടത്. ഡയറ്റ് ഫൈബർ ഫുഡ് കഴിക്കാൻ പറയുക, കുറച്ച് ഇഷ്ടമുള്ള പോലെ കഴിക്കുക, രാവിലെയും വൈകിട്ടും വെള്ളം കുടിക്കാൻ പറയുക ധാരാളം. അപ്പൊ തന്നെ കുറെ കോൺസ്റ്റിപ്പേഷൻ കവർ ചെയ്യുക. പിന്നെയും വല്ലാതെ ഡ്രൈ മോഷൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അലൂമിന കൊടുക്കാം. സാധാരണ കോൺസ്റ്റിപ്പേഷൻ്റെ മെഡിസിൻ അലൂമിന. ബ്രയോണിയ പറയുന്നുണ്ട്. ഇപ്പൊ ബ്രയോണിയ ഈ ആന്റിനേറ്റൽ കെയറിൽ നമ്മൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഫ്ലൂയിഡ് കുറഞ്ഞു പോകും ബ്രയോണിയ കൊടുക്കും, എൻ്റെ അനുഭവമാണ്. അപ്പോൾ ഫ്ലൂയിഡ് കൂടുതലുള്ള
ഫ്ലൂയിഡ് ഒത്തിരി കൂടുതലാന്ന് പറയുന്നവർക്ക് നമുക്ക് ബ്രയോണിയ കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രയോണിയ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലൂയിഡ് കുറഞ്ഞു പോകുന്നൊരു ഫിയർ ഉണ്ട്. അപ്പൊ അത് ഒന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ്. സാറേ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സിമിനിമം വരുവാണെങ്കിൽ ബ്രയോണിയ കൊടുക്കാറുണ്ട് കോൺസ്റ്റിപ്പേഷന്. പിന്നെ കോൺസ്റ്റിപ്പേഷന്റെ പ്രത്യേകതകൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നോട്ടീസ് ടൂൾസ്, അപ്പൊ പ്ലംബം വെച്ച് കൊടുക്കാം. അപ്പൊ പിന്നെ അങ്ങനെ കോൺസ്റ്റിപ്പേഷന്റെ പ്രത്യേകിച്ച് പറയണമെന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ ആണോ ശൈല? ഓക്കെ, ഓക്കെ. ഡബിൾ ഓക്കെ. കോൺസ്റ്റിപ്പേഷൻ നമുക്ക് സാധാരണ വരാവുന്ന മെഡിസിൻസ് നമുക്ക് കൊടുക്കാം. പ്ലംബം ഒക്കെ വരുന്നുണ്ട്. പ്ലംബം കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പ്രഗ്നൻസി പീരീഡിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലംബം 0/3 ആണ്. 0/3 കൊടുക്കുമ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ, പ്രത്യേകിച്ച് ഒരു ഹിസ്റ്ററി ഓഫ് അബോർഷനും കൂടി ഉണ്ടെങ്കിൽ പ്ലംബം 0/3 വളരെ ആപ്റ്റായിട്ടിരിക്കും. കോൺസ്റ്റിപ്പേഷനും അത് അബോർഷനും പ്രിവെന്റ് ചെയ്യുകയും അല്ല, അത് നല്ലതാണ്. പിന്നെ ഇനി വരുന്ന കംപ്ലൈന്റ് അമിതമായിട്ടുള്ള വായിന്ന് ഇങ്ങനെ അങ്ങ് തുപ്പല് വന്നുകൊണ്ടേയിരിക്കുക. ചളാന്ന് വെള്ളം വായിലിങ്ങനെ ഒത്തിരി ഉമിനീര് വരുന്നത്, അമിതമായിട്ടുള്ള ഉമിനീര് വരുന്നതിന് നമുക്ക് ജബോറാണ്ടി കൊടുക്കാം. എല്ലാ ഗ്ലാൻഡുലാർ സെക്രീഷൻസ് വിൽ ബി നോർമൽ ജബോറാണ്ടിയിൽ പറഞ്ഞിട്ട്. ഇതൊക്കെ നോർമലായിട്ട് വരുന്ന കംപ്ലൈൻസിന്റെയാണ് നമ്മൾ പറയുന്നത്. പെത്തോളജിക്കൽ കംപ്ലൈന്റ്, പിന്നെ തൈറോയ്ഡ് കംപ്ലൈന്റ്, BP, ഡയബറ്റിക്, അങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ ആ രീതിയിൽ പോകാം. ഇത് നമ്മൾ ഒരു നോർമലി വരാവുന്ന കംപ്ലൈൻസിനുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ ഇനി എപ്പോഴും പ്രഗ്നൻസിയിൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് പൈൽസ്, അല്ലെ? പൈൽസിന്റെ വരെ പൈൽസ് വരുമ്പോൾ അത് കൂടുതലും ഈ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടാണ് കൂടുതലും പൈൽസ് വരുന്നത്. അപ്പൊ ഡയറ്റ് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പൈൽസും പ്രൊലാപ്സും കൂടെ വരുവാണെങ്കിൽ, പ്രഗ്നൻസിയിൽ വരുവാണെങ്കിൽ നമുക്ക് പോഡോഫിലമത്തിന്റെ മെഡിസിൻ. ഇനി പ്രഗ്നൻസി, പൈൽസ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡെലിവറി ഒക്കെ പറയുന്ന കോളിൻസോണിയാണ് ഏറ്റവും ഫസ്റ്റ് മെഡിസിൻ വരുന്ന കോളിൻസോണിയാണ്. അത് തന്നെയാണ് ഞാനും കൊടുക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ എയിനസിൽ ഭയങ്കര ചൊറിച്ചിൽ പറയും. ചൊറിച്ചിൽ പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കോളിൻസോണിയ കൊടുക്കും. പ്രൊലാപ്സ് ആണെങ്കിൽ പോഡോഫിലം കൊടുക്കും. വേദനയോട് കൂടിയിട്ടുള്ള പൈൽസ് ആണെങ്കിൽ 200 കൊടുക്കും. ഇനി ഹോട്ട് ആൻഡ് പെയിൻ, ബ്ലൂ കളറിൽ ഇങ്ങനെ പൈൽസ് ഭയങ്കര തുണി ലിനൻ മുട്ടിയാൽ പോലെ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂറേറ്റിക് ആസിഡ് മ്യൂറേറ്റിക്, അതൊന്നും വളരെ നല്ല ഒരു ഡ്രഗാണ്. അടുത്തത് അനീമിയ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ മെഡിസിൻ, ഫെറമെറ്റ്, ഫെറംഫോസ്, പൈഫോസ് ഇതൊക്കെയാണ്. അപ്പൊ ഈ അനീമിയ കവർ ചെയ്യാനായിട്ട് ഇനീഷ്യൽ പ്രഗ്നൻസി ആയെന്ന് അറിയുമ്പോൾ തുടങ്ങിയിട്ട് ഞാനൊരു 5 ഫോസ് കൊടുക്കണം. 5 ഫോസ് തനിച്ചല്ല കൊടുക്കുന്നത്, ഫെറംഫോസ്, കാലിഫോസ്, മാക്ഫോസ്, നാട്രംഫോസ്, കൽക്കേരിയ ഫ്ലൂറും കൂടെ കൊടുക്കും അതിന്റെ കൂടെ. അത് 5 ബോട്ടിലും കൊടുത്തിട്ട് 5 ഓരോ ടാബ്ലറ്റ് എടുത്തിട്ട് കഴിക്കാൻ പറ്റും ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ. അപ്പൊ നമുക്കില്ലേ ഈ അനീമിയ വലുതായിട്ട് കാണാറില്ല. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യരുത്. അപ്പോൾ അനീമിയ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫെറംഫോസ് 5 ഫോസ് ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കും. ഇനി അടുത്തത് വരുന്നത് സ്കിന്നിൽ വരുന്ന കംപ്ലൈന്റ്. സ്കിന്നിൽ ചൊറിച്ചിൽ പറയാറുണ്ട് ചില. സ്കിന്നിൽ വരുന്ന ചൊറിച്ചിൽ, ബോഡിയിൽ ഇച്ചിങ് വരുന്നതിന് ഇച്തിയോളം 200. പിന്നെ വജൈനൽ ഇച്ചിങ് ആണെങ്കിൽ കലാഡിയം 200 കൊടുക്കും. പിന്നെ കാൻഡിഡ ആൽബ നല്ല മെഡിസിനാണ്. കാൻഡിഡ ആൽബ 30 വജൈനൽ ഇച്ചിങ്. അപ്പൊ പിന്നെ അതിന്റെ കൂടെ ലൂക്കോറി ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പിയ വരും. പിന്നെ ഞാൻ
ഈ അങ്ങനത്തെ ഒരു ഇച്ചിങ് വരുമ്പോഴത്തേക്കും ഹൈഡ്രോകോട്ടയിലും ഹൈഡ്രാസ്റ്റിസും കൂടെ ടിഞ്ചർ കൊടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് വാഷ് ചെയ്യാൻ പറയും. വാഷ് ചെയ്യാനും കുറച്ച് അത് ഒരു ഓയിലിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനും കൂടെ പറയാം. അപ്പൊ വജൈനൽ ഇച്ചിങ് ഒക്കെ നമുക്ക് അത് ഇത് ഇത്തരം മെഡിസിൻ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് വെരിക്കോസീലാണ്. വെരിക്കോസീൽ വന്നിട്ട് നടക്കാൻ വയ്യ ഡോക്ടറെ എന്ന് പറയും. വെരിക്കോസീൽ നടക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന മെഡിസിനാണ് സൈക്ലാമിൻ. നല്ല എഫക്റ്റ്. സൈക്ലാമിൻ 200, കാർബോവെജ് 200, അതൊക്കെ നമുക്ക് നല്ല ഒരു മെഡിസിനാണ്. തൊടാൻ പറ്റണില്ല, കാലിലൊക്കെ സിവിയർ വെരിക്കോസിൽ വന്നിട്ട് ത്രൂ ഔട്ട് ആ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് ബ്ലൂയിഷ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ കേസിൽ ലക്കേസിസ് നല്ല ആസിഡ് ഫ്ലോറും പൾസാറ്റിലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏർലി പ്രഗ്നൻസിയിൽ പൾസാറ്റിൽ കൊടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് പൾസാറ്റിൽ കൊടുത്തിട്ടില്ല. ലക്കേസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആർണിക്ക കൊടുക്കാം നമുക്ക് പ്രഗ്നൻസിയിൽ. ആർണിക്ക 30 or 6 കൊടുക്കുമ്പോഴത്തേക്കും ആ പെയിനൊക്കെ വെരിക്കോസിലിന്റെ കൊടുക്കാം. ഹമാമിലിസം കൊടുക്കാം. വെരിക്കോസിലിന് അതാണ് പറയുന്നത്. ഇനി അടുത്തത് ഉറക്കക്കുറവ്. ഉറക്കമില്ല, പ്രഗ്നൻസി ആയപ്പോൾ തുടങ്ങി ഉറക്കമില്ല. ആൻസൈറ്റി, ഉറക്കമില്ലാത്തതിന് അക്കണൈറ്റും കോഫിയുമാണ്. അതിന്റെ കൂടെ നമുക്ക് മിമിലസ്, ക്രാബ് ആപ്പിള്, ആ ഒരു ഫിയറിന്റെ മെഡിസിൻസ്, ക്രാബ് ആപ്പിള്, ഹോൺബീം, സ്ക്ലീറാന്തസ്, അതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. റെസ്ക്യൂ റെമഡി കൊടുക്കാം ഉറക്കമില്ലായ്ക വരുമ്പോൾ. പിന്നെ അതിന്റെ റീസൺ ഇതെല്ലാം ഒരു നോർമലി പത്തോളജി ഞാൻ വിട്ടിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് പ്രഗ്നന്റ് അല്ലാത്തവർക്കും ഈ ഉറക്കക്കുറവിന് നമ്മളെ ബാഷ് ഫ്ലവർ റെമഡി ഇതൊക്കെ ഉപയോഗിക്കാം. കൊടുക്കാമല്ലോ, കൊടുക്കാം. കൊണ്ടി അല്ലാത്തവർക്കും ഉറക്കക്കുറവിന് നമുക്ക് കൊടുക്കാം. അത് റീസൺ നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ടാന്നുള്ളത് റീസൺ ചോദിക്കാം. റീസൺ ചോദിച്ചിട്ട് നമുക്ക് ഉറക്കം ബ്രഹ്മി കൊടുക്കാമല്ലോ. ബ്രഹ്മി 200 കൊടുക്കാം. ബ്രഹ്മി ടിഞ്ചർ കൊടുക്കാം. ബ്രഹ്മി ടിഞ്ചറും പാസിഫ്ലോറ ടിഞ്ചറും കൊടുക്കുന്ന. പിന്നെ എക്സ്ട്രാ ഏഷ്യ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതും കൂടെ കൊടുക്കാം. പിന്നെ ഉറക്കക്കുറവ് എന്തിന്റെ വല്ല ക്യാൻസർ പെയിൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ പിസീരിയ കൊടുക്കും. അങ്ങനെ ബാച്ച് ഫ്ലവർ റെമഡിയും ഉണ്ട് അതിന് കൊടുക്കും. ഇത് കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ്. കനോട്ട് സ്റ്റോപ്പ് തിങ്കിങ് എന്ന് പറയുമ്പോൾ സിറോഫൈലം പറയണ്ടല്ലോ. ചിന്തകൾ വരണ, വെറുതെ കിടക്കണം തോന്നും, ചിന്തകൾ വരണ, ഉറക്കം വരണം. സിറോഫൈലം നല്ല മെഡിസിൻ. പിന്നെ ഇനി സ്ലീപ്ലെസ് ആയി. പിന്നെന്താണ് പറയുന്നത്? ഇന്നെന്ത് കംപ്ലൈന്റ് ആണ്? ഇന്നെന്ത് കംപ്ലൈന്റ് ശൈല? ഇനി ക്രാംസ്, മസ്കുലർ ക്രാംസിന് മാക്ഫോസ് കൊടുക്കാമല്ലോ. മാക്ഫോസ്. പിന്നെ ഈ പ്രഷർ നല്ലോണം അമർത്തി തിരുമിയാ കുറയുകയാണെങ്കിൽ കൊളോസിന്ത്. പിന്നെ കാഫ് മസിലാണ് കുപ്രമെറ്റ്, മാക്സോമിക്ക. അത് തന്നെ ക്രാംസ് വന്നിട്ടേ സ്കിൻ ഭയങ്കര കോൾഡ് ആണ് എങ്കിൽ, ഫെയിന്റിങ്, പെട്ടെന്ന് ക്രാംസ് വന്നിട്ട് തലകറങ്ങി വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം, വിറാട്രമാൽബ് കൊടുക്കാം. പിന്നെ വയറിൽ ക്രാംസ് വരും, വയറിലും പിന്നെ കാലിലും കൂടെ വരുവാണെങ്കിൽ വൈബറിനം കൊടുക്കും. വൈബറിനം അപ്പോൾ നമ്മൾ ടിഞ്ചർ അല്ല കേട്ടോ, പൊട്ടൻസിയാണ് കൊടുക്കുന്നത്.
സ്ലീപ്ലെസ്സിന് ബാച്ചിലർ റെമഡി ചോദിച്ചില്ലേ, സ്ക്ലീറാന്തസും വൈറ്റ് ചെസ്നട്ടും ആണ് കേട്ടോ. അത് പിന്നെ എപ്പോഴും ഉറക്കത്തിൽ എണീക്കുക എന്ന് പറയുകയാണെങ്കിൽ വൈറ്റ് ചെസ്നട്ട്. പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയില്ലേ, കോമൺ ആയിട്ട് പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് സ്ക്ലീറാന്തസ്. ഓക്കെ. അപ്പൊ ഈ ക്രാംസ് കൊണ്ട് ഫെയിന്റിങ് വരുവാണെങ്കിൽ വിറാട്രമോൾ, ബൈഡോർമോൾ. ഇനി ഒരു കംപ്ലൈന്റ് പറയുന്നത് ചുമയാണ്. ക്രാംസ് ഓൺ കാഫ് മസിലിൽ വരുന്ന സെപ്പി ഉണ്ട്, ആക്രോസ്. ഓക്കെ. ഇനി വരുന്നത് ചുമക്ക് ഒച്ചയടപ്പും ചുമയും കൂടെ വരുന്നതിന് കോസ്റ്റിക്കമാണ് മെഡിസിൻ. കോസ്റ്റിക്കൻ പിന്നെ അത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് കിട്ടിയത്, അതും ജയറാം ഡോക്ടറിന്റെ ഒരു ടിപ്പാണ്, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട്. കാലിബ്രോമാണ്. കാലിബ്രോം 30. ചുമ വരുന്നവർക്ക് കാലിബ്രോം 30. പിന്നെ നമുക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി ഡ്രൈ കോഫ് കൊണയൊക്കെ കൊടുക്കാം. തല ചെയ്യുമ്പോഴത്തേക്കും ചുമ വരുന്നൊക്കെ പറയില്ലേ, നമുക്ക് കൊണയും കൊടുക്കാം. പക്ഷെ എനിക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടിയിരിക്കുന്നത് കാലിബ്രോമാണ്. ചുമച്ച് മൂത്രം വരുമല്ലോ അല്ലെങ്കിൽ, കാരണം ഈ യൂട്രസിന്റെ പ്രഷർ കാരണം നമുക്ക് വരുമല്ലോ, യൂറിൻ വരും. അങ്ങനെയുള്ളവർക്ക് കോസ്റ്റിക്കും. പിന്നെ ചുമച്ച് തൊണ്ടയിലും ചെസ്റ്റിലൊക്കെ വേദന എന്ന് പറയുന്നത് സഡൻ ചുമയാണെങ്കിൽ ബെൽഡോണോൾ. ചുമയായി. ഇനി പ്രഗ്നൻസി ടൈമിലുള്ള നടുവേദന, അല്ലേ, ഭയങ്കര നടുവേദന പറയുമ്പോ നമുക്ക് നടുവും എളിയും ഒക്കെ വേദന എന്ന് പറയുമ്പോൾ ഏസ്കുലസ് നടുവേദനയ്ക്ക് ബെസ്റ്റാണ്. നടുവേദനയുടെ കൂടെ ഛർദിയും മസ്കുലർ പെയിനും കൂടെ പറയുകയാണെങ്കിൽ അലട്രീസോൾ പൊട്ടൻസി, അലട്രീസ് 30 or 200. പിന്നെ പറയാറ് പുറംവേദന പറയും, ഇവിടെ ഇങ്ങനെ ബാക്ക് പെയിൻ. പുറംവേദന പോസ്റ്ററിലാണ് അത് കൂടുതലും, ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഇരിക്കാതെ കറക്റ്റായിട്ട് ഇരിക്കാത്തതുകൊണ്ടാണ് പുറംവേദന വരുന്നത്. അങ്ങനെ വരുന്നതിന് കോക്കുലസ് കൊടുക്കും. പിന്നെ ഈ നടുവേദന തന്നെ സിവിയർ ബാക്ക് പെയിൻ എന്ന് പറയും. സിവിയർ ബാക്ക് പെയിന് നമുക്ക് ഒരു ഡോസ് കാലിക്കാർബ്, എന്നാല് 2-3 ദിവസം കാലിക്കാർബ്, സിവിയർ ബാക്ക് പെയിൻ. പിന്നെ ചിലർ പറയും നടുവേദനയാ, ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഇരുന്നിട്ട് ഒന്ന് പതുക്കെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഇത്തിരി കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന റെസ്റ്റോക്സ് കൊടുക്കും. ബാക്ക് ഏക്ക്, കാലിക്കാർബ്, ഏസ്കുലസ്, ബാക്ക് ഏക്ക്. ഇനി അടുത്തത് UTI, യൂറിനറി ഇൻഫെക്ഷൻ. യൂറിനറി ഇൻഫെക്ഷന് ക്യാന്താരിസ്, പിന്നെ കോസ്റ്റിക്. പിന്നെ ആൽബുമിൻ യൂറിയക്ക് ഹെലോണിയസ് ആണ്. അത് ഞാൻ ഇതിനു മുമ്പ് ഉള്ളൊരു ക്ലാസ്സിൽ ഹെലോണിയസ് കൊണ്ട് വണ്ടറായിട്ട് ഒരു കിഡ്നി കംപ്ലൈന്റ് വരെ നമ്മൾ പറഞ്ഞിട്ട് ഹെലോണിയസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്കത് ടെറിബിന്ത്, ഫോസ്ഫറസ് ഇതൊക്കെ വരും ആൽബുമിൻ യൂറിയ. പിന്നെ അക്കോർഡിംഗ് ടു അതിന്റെ പത്തോളജി നോക്കിയിട്ട് വേണം പിന്നെ ബാക്കി മെഡിസിനൊക്കെ സെലക്ട് ചെയ്യാൻ. ഇനി എന്താണ് ഈ ഭയങ്കര മൂവ്മെന്റ്, വയലന്റ് മൂവ്മെന്റ് പറയില്ലേ, പറ്റി കിടന്ന് സിവിയർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ തൂജ, ക്രോക്കസ് സറ്റൈവ, ലൈക്കോപോഡിയം. അബ്നോർമൽ മൂവ്മെന്റ് ഭയങ്കര. പിന്നെ നമുക്ക് അബ്നോർമൽ പൊസിഷൻ പറയില്ലേ, ബ്രീച്ച് പ്രസന്റേഷൻ ഒക്കെ സ്കാൻ ചെയ്ത്
അത് പറയുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നത്. അപ്പൊ നമുക്കൊരു 6 മാസം കഴിഞ്ഞ് പിന്നെ നമുക്ക് പൾസാറ്റിൽ കൊടുക്കാം, സെപ്പിയോ കൊടുക്കാം, പിന്നെ ആർണിക്ക കൊടുക്കാം, അക്കണൈറ്റ്, അങ്ങനെ അബ്നോർമൽ പൊസിഷൻ ഉള്ളത്. ഇത് പറഞ്ഞപ്പോ യൂറിനറി ഇൻഫെക്ഷൻ, യൂറിൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് പറയാൻ പറ്റുമോ? അത് ബ്ലാഡറിന്റെ അവിടെ ഭയങ്കര പെയിൻ പറയും, കീഴ്വയറ്റിലൊക്കെ ഭയങ്കര പെയിൻ പറയുമ്പോൾ നമുക്ക് അതും ഇക്വിസിറ്റ് നല്ല മെഡിസിൻ. പിന്നെ ഇൻകോണ്ടിനൻസ് എപ്പോഴും മൂത്രം പോവുക വരാതെ ഈ യൂട്രസിന്റെ പ്രഷർ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എങ്കിലും നമുക്ക് ഇൻകോണ്ടിനൻസിന് സ്റ്റാഫിസാഗിരി വരും, തൂജ വരും. എന്താ വിട്ടുപോയേ? യൂറിനറി ഇതൊക്കെ വയലന്റ് മൂവ്മെന്റ് പറഞ്ഞു. പിന്നെ ഫോൾസ് പെയിൻ വരില്ല. ഫോൾസ് പെയിന് കോളോഫിലും ആക്ടേറസ്മോസ്. അപ്പൊ ഒരു ലേബറൊക്കെ അടുക്കാറാകുമ്പോൾ പെയിൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് പറയും. പക്ഷെ അപ്പൊ നമുക്ക് ഈ മാക്ഫോസിൽ യൂഷ്വലി മാക്ഫോസിനകത്ത് കോളോഫിലം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആക്ടേറസ്മോസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കുമ്പോൾ വേദന മാറിയെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട, പെയിൻ അത് ഫോൾസ് പെയിൻ ആണ് പറയും. എല്ലാം വിട്ടു പോയിട്ടുണ്ടോ? ഇനി പ്രഗ്നൻസി ടൈമിലെ പല്ലുവേദന. പ്രഗ്നൻസി ടൈമില് പല്ലുവേദനയ്ക്ക് ഫുഡ് ഇങ്ങനെ പല്ലിൽ കേടുണ്ടാകും, ഭക്ഷണം തട്ടിയാല് പല്ലുവേദന വരുന്ന ക്രിയോസോട്ട്. പല്ലിന് കേടുള്ളവർക്കാണ് ക്രിയോസോട്ടും വരുന്നത്. പിന്നെ ഭക്ഷണം ടച്ച് ചെയ്യുമ്പോൾ വേദനയ്ക്ക് സ്റ്റാഫിസാഗ്രിയാണ്. തണുത്തത് കഴിച്ചിട്ട് വരുന്ന പല്ലുവേദനയ്ക്ക് മാക്കാർ. ചൂട് കഴിക്കണമെങ്കിൽ ചമോമില്ല. പിന്നെ തണുത്ത വെള്ളം കൊണ്ട് കുറവാണെന്ന് പറയുകയാണെങ്കിൽ കോഫി, അക്സോമിക്ക, ബെല്ല്, അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം പല്ലുവേദനയ്ക്ക്. ഇനി വല്ലതും വിട്ടിട്ടുണ്ടോ? ഞാൻ ഓർത്ത് വെച്ചൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന. വെരിക്കോസിൽ പറഞ്ഞു, അനീമിയ പറഞ്ഞു, ഇച്ചിങ് പറഞ്ഞു, കോൺസ്റ്റിപ്പേഷൻ, സലൈവേഷൻ, ക്രേവിങ്സ്, അവേർഷൻസ് എല്ലാമായും തോന്നും. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എല്ലാവരും കൂടെ പറയട്ടെ. 10 മണിയായത്, ഇനി ഉണ്ട് അരമണിക്കൂർ. അരമണിക്കൂറില്ല, 10:10 അതെ. ഡെവലപ്മെന്റ്, സ്ലോ ഡെവലപ്മെന്റ് എന്ന് പറയില്ലേ, ഗ്രോത്ത് കുറവെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സിഫിലിന കൊടുത്തിട്ട് ബറൈറ്റ കാർബ് കൊടുക്കും, ഗ്രോത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞാലും വെയിറ്റ് കുറവാന്ന് പറഞ്ഞാൽ നമുക്ക് 5-ഫോഴ്സും ബറേറ്റ കാർബ്, പിന്നെ നമ്മള് രാമകൃഷ്ണ അയ്യപ്പ പറയുന്നുണ്ട് അശ്വഗന്ധ ടിഞ്ചർ ഇങ്ങനെ സിപ്പ് ചെയ്തിട്ട് കുറച്ചായിട്ട് കൊടുത്താൽ വെയിറ്റ് കൂടുമെന്നുള്ളത് പറയും. ഞാൻ കൊടുക്കാറുള്ളത് ആൽഫ വെയിറ്റ് കുറവാന്ന് പറയുന്നത്. സാധാരണ ഈ തൈറോയിഡിനും നമ്മളൊരു കൊടുക്കുകയാണെങ്കിൽ വെയിറ്റിന്റെ ഒന്നും പ്രശ്നം വരില്ല. ഒരു 5 നുള്ളു തൈറോയിഡിന് നാക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് ഇട്ടിട്ട് കിടക്കാൻ പറയും. അത് കൊടുക്കുമ്പോൾ വെയിറ്റ് കുറയാറില്ല. ഒരു 90% അബ്നോർമൽ ഗ്രോത്ത് ഹോർമോൺ അല്ലേ തൈറോയിഡ്, അപ്പോൾ ഗ്രോത്തിനൊന്നും പ്രോബ്ലം വരാറില്ല. പിന്നെ നമ്മൾ പ്രഗ്നൻസി പ്രോട്ടോകോൾ ഉണ്ട്, സിഫിലിന, ഓൾ മയോസ്മാറ്റിക് ഡ്രഗ്സ്, അത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഗ്രോത്ത് കറക്റ്റ് ചെയ്യാം. എന്നിട്ടും ഗ്രോത്ത് കുറവ് പറയുമ്പോഴാണ്. ഫ്ലൂയിഡ് കൂടുമ്പോ നമ്മൾ പ്രായനെ കൊടുക്കുക. ഫ്ലൂയിഡ് കുറവാന്ന് പറയില്ലേ, ഫ്ലൂയിഡ് കുറവെന്ന് പറയുമ്പോൾ ഐറിസ് ടിഞ്ചർ. ഐറിസ് ഡ്രോപ്സ് ടിഞ്ചർ, ഐറിസ് ഐറിസ് വെർസിക്കുലോസിസ്.
ആ ആ ഈ യൂട്രസിൽ ഫ്ലൂയിഡ് കുറവാന്ന് പറയില്ലേ, ആ അപ്പൊ നമുക്ക് ഐറിസ് വെർസ് ടിഞ്ചർ കൊടുക്കാം. ഫ്ലൂയിഡ് കൂടുതലാന്ന് പറയുമ്പോൾ ബ്രയനെ കൊടുക്കാം. ബ്രയനെ കൊടുത്തിട്ട് ഫ്ലൂയിഡ് കുറയുമ്പോൾ അത് ബ്രയനെ നിർത്തണം. എനി ഡെവലപ്മെന്റ് ഡിസോർഡർ വരുമ്പോൾ എപ്പോഴും നമുക്ക് സിഫിലിനം കൊടുത്തിട്ട് പിന്നെ ബറേറ്റാക്കാറുണ്ട്. പിന്നെ നമുക്ക് ഫെറംഫോസ് 5 ഫോസ് കൊടുക്കും. കൽക്കേരിയ ഫോസ് 5 ഫോസിൽ ഇത് എല്ലാം ഞാൻ കൽക്കേരിയ ഫോസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും. പിന്നെ ഡെലിവറി അടുക്കാറാകുമ്പോൾ നമ്മൾ ബൈക്കോ 26ഉം ബാക്ഫോസും അതിൽ കോളോഫിലും 30ഓ 6ഓ 30ഓ അത് ബാക്ഫോസിൽ ഇട്ട് കൊടുക്കും. പിന്നെ ലാസ്റ്റ് ഇതാകുമ്പോഴത്തേക്ക് ഒരു പൾസായിട്ടുള്ള 50ഉം ഒരു 2 ഡോസ് നോർമൽ ഡെലിവറിക്ക്. ബൈക്കോ 26ഉം കോളോഫിലം 30 ഈ പൾസായിട്ടുള്ള 50ഉം കൊടുത്തു കഴിയുമ്പോൾ നോർമൽ ഡെലിവറി. അപ്പോൾ പ്രഗ്നൻസി ഫസ്റ്റ് മന്ത് തുടങ്ങിയിട്ട് ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മയസ്മാറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കാം. ആദ്യം സിഫിലിനം കൊടുക്കാം, പിന്നെ മെഡോർണം, STPGന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മയസ്മാറ്റിക്, മെഡോർണം, സൾഫർ, സോർണം ഒരു മാസം കൊണ്ട് കൊടുക്കും. ഇനി വല്ലതും വിട്ടു പോയിട്ടുണ്ടോ ശൈലി? അത്യാവശ്യം എല്ലാം ആയെന്ന് തോന്നുന്നു. അത്യാവശ്യമല്ല, ഞാൻ ഓർമ്മയിൽ ഇന്നലെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കണതൊക്കെ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ച് പറഞ്ഞു. എൻ്റെ അടുക്ക ബിജുവിന്റെ പ്രോട്ടോകോൾ ചോദിക്കാറുണ്ട്. ഒരു മിനിറ്റ്, ഞാനത് എടുത്തോണ്ട് വരട്ടെ, എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് മന്തിൽ SG ബിജുവിന്റെ എൻ്റെ പ്രോട്ടോകോൾ അല്ല കേട്ടോ, ഞാനിത് പക്ഷെ ഇത് ഫോളോ ചെയ്യാറുണ്ട്. പ്രോട്ടോകോള് ഫസ്റ്റ് മന്തിൽ സിഫിലിനം 10, സെക്കൻഡ് മന്തിൽ പലരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ എഴുതി വെച്ചോ ശൈല? സിഫിലിനം 10, സെക്കൻഡ് മന്തിൽ കാർസിനോസിൻ 200, 12th വീക്കില് ട്യൂബർകുലിൻ 10. എഴുതിയോ? 16th വീക്കില് സിഫിലിനം, കാർസിനോസിൻ, ട്യൂബർകുലിനും. അത് കഴിഞ്ഞിട്ട് 16th വീക്കില് മെഡോർണം. അടുത്ത 20th വീക്കില് മന്ത്ലി ആണ് കേട്ടോ. പിന്നെ സൾഫർ 1. അടുത്ത മാസം സോർണം 200. അപ്പോഴേക്കും 26 വീക്കായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്തില് ബൈക്കോ 26ഉം കോളോഫിലും. പിന്നെ 36 ലാസ്റ്റ് മന്തില് ഡ്യൂ ഡേറ്റിന് മുമ്പ് പൾസാറ്റിലെ 1 ആണ് ബിജുവിന്റെ പ്രോട്ടോകോള്. ഞാൻ യൂഷ്വലി പൾസാറ്റിലെ 50. പൾസാറ്റിലെ 50 2 ഡോസ് കൊടുക്കും. എന്നിട്ട് കോളോഫിലം 30. മഗ്നീഷ്യം ഫോസിൽ കോളോഫിലം. ഞാൻ പറഞ്ഞ കോൺട്രോവേഴ്സ് വിമർശനങ്ങൾ ഉണ്ടാകും, പക്ഷെ മാഗ്ഫോസിൽ കോളോഫിലം 30 ഇട്ടിട്ട് ഫ്രീക്വന്റ് ഡോസിൽ കഴിക്കണം. അതും ബൈക്കോ 26 ഏതാണ്ട് ഒരു 8th മന്ത് തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. അതാണ് എന്റെ പ്രോട്ടോകോൾ. അതെന്തിനു വേണ്ടിയാണ്? ഈസി ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഈസി ഡെലിവറിക്ക് ബൈക്കോ. ഈസി ഡെലിവറിയുടെ ബൈക്കോ കോമ്പിനേഷൻ ആണ് ബൈക്കോ 26. ഓ ശരി, ഓക്കെ. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കേട്ടിരുന്നതിന്
എല്ലാവർക്കും നന്ദി. ഇതിൽ എനിക്കും കൂടെ എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് തരാനുണ്ടോന്ന് ഞാൻ ഒന്ന് ഇങ്ങോട്ട് തരാം. തിരക്കട്ടെ. തന്നാൽ സന്തോഷം. ഒരു ഗിവ് ആൻഡ് ടേക്ക് ആറ്റിറ്റ്യൂഡ് കൊടുക്കാം അല്ലേ? എനിക്ക് തരാൻ പറ്റിയത് എന്തെങ്കിലും തരുക. ഞാൻ മാഡം ഇത്രയും ഇങ്ങോട്ട് തന്നു. 6th to 8th വീക്കില് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞാൽ 6th to 8th വീക്കിലാണ് ഫസ്റ്റ് ചെക്കപ്പ് നടത്തേണ്ടുന്നത് മുതൽ 50M കൊടുത്ത് ഡെലിവറി ലാസ്റ്റ് മന്തില് 50M കൊടുത്ത് ഡെലിവറി ഈസി ആക്കുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ കൂട്ടിച്ചേർക്കാനോ അവരവരുടെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് കണ്ടതോ ആയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ മാഡത്തിനോട് ചോദിക്കാൻ സമയം ഇഷ്ടംപോലെ ഉണ്ട്. തുടക്കത്തിലേ വരുന്നവർക്ക് ഹരിഹരൻ സംസാരിക്കാം. ഡോക്ടർ പറഞ്ഞത് ഇപ്പം കൂടെ പറഞ്ഞു തരാം. പ്രഗ്നൻസി ഒരു അബോർട്ടീവ് ടെൻഡൻസി ഉള്ള ഒരു പേഷ്യന്റിന് ഹരിഹരൻ ഡോക്ടർ പറഞ്ഞത് തുടക്കം തുടങ്ങിയിട്ട് അങ്ങ് അതുവരെ ആക്ടിയ റെസ്മോസ കൊടുക്കാമെങ്കിൽ അത് സുഖപ്രസവം. അത് കറക്റ്റാണ്. ആക്ടിയ റെസ്മോസ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹിസ്റ്ററി ഓഫ് അബോർഷൻ, റിപ്പീറ്റഡ് അബോർഷൻ പറയുന്നവർക്ക് ആക്ടിയ റെസ്മോസ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം. പ്രഗ്നൻസി അറിഞ്ഞപ്പോ തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ കൊടുക്കാം. ഞാൻ അതിന്റെ കൂടെ 30 ഞാൻ അതിന്റെ കൂടെ പ്ലംബമെറ്റ് സീറോബാർത്തറയും കൂടെ. ഹിസ്റ്ററി ഓഫ് റിപ്പീറ്റഡ് അബോർഷൻ വരുന്നത്. പിന്നെ നമ്മൾ ഈ പ്രോട്ടോകോൾ സിഫിലിനൊക്കെ ഉണ്ടല്ലോ, അത് മൈസ്മാറ്റിക് ഡ്രഗ്സ്. അത്രയേ ഉള്ളൂ. ഇനി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വരട്ടെ. അപ്പം ബഹുമാന്യരായ ഡോക്ടേഴ്സിനെല്ലാം എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ അതും പറയാം. അതിനൊക്കെയുള്ള സമയമാണ്. ഡിസ്കഷന് ഒരു 10 മിനിറ്റ് 11 മിനിറ്റോളം ഉണ്ട്. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ഓരോരുത്തർക്കായി സംസാരിക്കാം. സമയം കളഞ്ഞിട്ട് അവസാനമാകുമ്പോഴാണ് നമുക്ക് സമയമില്ലാത്തത്. സംശയങ്ങളൊക്കെ ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. പോസിറ്റീവ് നെഗറ്റീവും പറയണം. എപ്പോഴും പോസിറ്റീവ് മാത്രം. മാഡം പറഞ്ഞതിൽ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അതും പറയാം. ഞാനും എഴുതാൻ തയ്യാറായിട്ടിരിക്കും. ബുക്ക് മാഡം എഴുതിയിടാൻ പേനയും പേപ്പറൊക്കെ എടുത്തിരിക്കും. എഴുതാൻ തയ്യാറായിട്ടിരിക്കും. കോൺട്രിബ്യൂഷൻ ആരെങ്കിലും കോൺട്രിബ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. അമ്പാടിയമ്മയ്ക്ക് സുഖമില്ലെന്ന് തോന്നുന്നു, പനിയാണെന്ന് തോന്നുന്നല്ലേ? വന്നല്ലോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അമ്പാടിയമ്മയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഈ ടെൻഡൻസി ടു അബോർഷൻ ഇല്ലേ, അവർക്ക് സിവിയർ ബാക്ക് ഏക്ക് പറയും. ബാക്ക് ഏക്ക് പറഞ്ഞിട്ട് അവര് പറയും സിവിയർ ബാക്ക് ഏക്ക് ഉണ്ട് ഡോക്ടറെ, ഈ അബോർഷൻ ആവുന്നതിന് മുമ്പ് എനിക്കിങ്ങനെ ബാക്ക് ഏക്ക് ഉണ്ടാവാറുണ്ടെന്ന് പറയുകയാണെങ്കിൽ കാലികാർബ് 200 ഞാൻ ഒരു 6 ദിവസത്തേക്ക് 2 ഡോസ് വെച്ച് കൊടുക്കും കാലികാർബ്. പിന്നെ അതുപോലെ തന്നെ ചിലര് പറയും അറ്റ് ദ സെയിം ടൈം, അതായത് 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3.5 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4.5 മാസം കഴിയുമ്പോൾ അബോർഷൻ ആവുന്ന കറക്റ്റ് ആ ഇതിൽ പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് അബോർഷൻ ഡ്യൂറിങ് ദ സെയിം പീരിയഡ് പറയുകയാണെങ്കിൽ സീഡ്രോൺ വളരെ ഇഫക്റ്റീവ് ആയിട്ടുണ്ട്. പീരിയോഡിസിറ്റി വെച്ചിട്ടല്ലേ? അതെ. ഓക്കെ. പിന്നെ അതുപോലെ പ്രഗ്നൻസി പീരീഡില് അവർക്ക് ആരോടും ഒരു വികാരവും ഇല്ല. ആരോടും, ഹസ്ബൻഡിനോടും ഇല്ല, ആരോടും ഇല്ല. അങ്ങനെ വരുമ്പോൾ അക്കണേറ്റ് വണ്ണം. has no affection for anybody, even husband,
or mother, parents. ഇതൊക്കെ എനിക്ക് ഇത് കിട്ടിയതാണല്ലോ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. റിസൾട്ട് കിട്ടിയതാണ്. പനിയൊക്കെ കുറഞ്ഞോ? കുറഞ്ഞു. പിന്നെ ഈ മോർണിംഗ് സിക്നെസ് ശാന്ത പറഞ്ഞ ഒരു ഇത്, ഞാൻ മോർണിംഗ് സിക്നെസ്സിന് അവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണവും തലകറക്കലും ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ നോസിയ മാത്രമേ ഉണ്ടാവുള്ളൂ, വോമിറ്റിംഗ് ഉണ്ടാവില്ല. അവർക്ക് ടബാക്കം കൊടുക്കും. ടബാക്കം കൊടുത്തു കഴിഞ്ഞാൽ ടബാക്കം 230 200 കൊടുത്താൽ കുറയുന്നില്ല. അതല്ല, ആ ഇത് വന്നിട്ട് നോസിയ വന്നിട്ട് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ ഇപ്പിക്കോക്ക്. വോമിറ്റിംഗ് ഇല്ലെങ്കിൽ ടബാക്കോ ആണ് എനിക്ക് ഇത്തിരിയും കൂടി ഇഫക്റ്റീവായിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ മാഡത്തിന്റെ കഴിഞ്ഞോ? ബഡിയും മാഡം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ശാന്ത മാഡം, എല്ലാം പറഞ്ഞു. എല്ലാം ഞാനും ശാന്തയും കൂടിയാണ് ഈ നോട്ടൊക്കെ എഴുതി വെക്കുന്നത്. പ്രിപ്പയർ ചെയ്ത് അതുകൊണ്ട് വെച്ചത്. ചിലത് ശാന്ത മറന്നുപോയത് ഞാൻ കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ അജിമോൾ ഡോക്ടർ ഒരു ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. അജിമോൾ ഡോക്ടർ എന്താ സംസാരിക്കാനുള്ളത്? ഒന്നുകൂടെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ ഡോക്ടർ അജിമോൾ? ചോദിച്ചോളൂ അജിമോൾ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ ഡോക്ടറെ. മാഡം, ബയോ 26 പറഞ്ഞായിരുന്നല്ലോ, അതിന്റെ ഡോസ് പറഞ്ഞില്ലല്ലോ. ദിവസം എത്ര നേരം കൊടുക്കണമെന്നുള്ളത് ബൈക്കോ ലാസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞില്ലേ? 26. ബൈക്കോ സമയം 26. ബൈക്കോ 26 നമ്മൾ 8 മാസം കഴിഞ്ഞിട്ടാണ് TDS കൊടുക്കാറുണ്ട്. ഞാൻ കൊടുക്കാറുണ്ട് TDS. TDS കൊടുക്കണം. ശരി മാഡം, താങ്ക് യു. ഓക്കെ, അപ്പൊ അജിമോൾ ഡോക്ടർ സംശയം കഴിഞ്ഞു. ഇനി 5-6 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാം. ഇനി ആരാണ് ചോദിക്കുന്നത്? പീതാംബരൻ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർക്ക് സംസാരിക്കാമോ? പീതാംബരൻ ഡോക്ടർക്ക് സംസാരിക്കാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. പീതാംബരൻ ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഡോക്ടർ ഷിനോയ്. പീതാംബരൻ ഡോക്ടറെ സംസാരിച്ചോളൂ. ക്ലാസ് മുഴുവൻ കേട്ടില്ല. ഒരു സംശയം, ഫ്ലൂയിഡ് കുറഞ്ഞു പോകണതിന് എന്തുകൊണ്ട്? ഫ്ലൂയിഡ് കുറഞ്ഞു പോകുന്നവർക്ക് ഐറിസ് വെർ ടിഞ്ചർ ഡോക്ടറെ, ഐറിസ് വെർസിക്കുലോസിസ് ടിഞ്ചർ വളരെ എഫക്റ്റീവ് ആണ്. നമ്മുടെ ഈ IFPH ഫോറത്തിൽ വന്ന ഒരു ഡോക്ടർ എൻ്റെ അടുക്ക വിളിച്ചു ചോദിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, അത് ഇമ്മീഡിയറ്റ്ലി ഫ്ലൂയിഡ് കുറഞ്ഞതുകൊണ്ട് ലേബർ ഇൻഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ ഇതിൽ തന്നെ ഉള്ള ഒരു ഡോക്ടറാണ്. എന്നിട്ട് എൻ്റെ അടുക്ക വിളിച്ചു ചോദിച്ചു, ഞാൻ ഈ ഐറിസ് വെർസിക്കുലോസിസ് കഴിക്കാൻ പറഞ്ഞു. നോർമൽ ടേം ആയിട്ടാണ് പിന്നെ പ്രസവിച്ചത്. അത് ഒരു 5 തുള്ളി വെച്ചിട്ട് 5-10 തുള്ളി വെച്ചിട്ട് 3 നേരം കൊടുക്കാം. ഫ്ലൂയിഡ് കൂടിയെന്ന് അടുത്ത ചെക്കപ്പിന് മുമ്പ് പറയല്ലോ, ഫ്ലൂയിഡ് കൂടിയെന്ന് പറയുന്നു. അതുവരെ കൊടുക്കണം. അതെ. ഓക്കെ, പീതാംബരൻ ഡോക്ടറെ. ഇനി ആരാണ് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഷഫീഖ് ഡോക്ടർക്ക് സംസാരിക്കാം. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഷഫീഖ് ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? അജിമോൾ ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്താണോ? പറഞ്ഞോളൂ ഡോക്ടറെ. കേക്കാവോ? കേക്കാം. നമ്മൾ ഈ ഫ്ലൂയിഡ് ലീക്ക് ആകുന്നുണ്ടല്ലോ ചിലർക്ക് അവസാനം എന്തൊക്കെ ആവുമ്പോഴേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഫ്ലൂയിഡ് ലീക്ക് ആയെന്ന് പറഞ്ഞിട്ട് വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നവർ. കേട്ടില്ല ഡോക്ടറെ. എന്താ ശൈല ഡോക്ടർ ഒന്ന് പറഞ്ഞേ? ഫ്ലൂയിഡ് ലീക്ക് ആവാറുണ്ടെന്ന് ലാസ്റ്റ് മന്തൊക്കെ ആവാറാകുമ്പോ ഫ്ലൂയിഡ് ചിലർക്ക് ലീക്ക് ആവാറുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ലീക്ക് ആവാറുണ്ട്. ഞാൻ നമ്മളത് റിസ്ക് ഫാക്ടർ അല്ലേ,
ഞാനത് ഹോസ്പിറ്റലിൽ പറയുക തന്നെ ചെയ്യാം. ഹോസ്പിറ്റലിൽ വിടുക എന്നുള്ളതാണല്ലേ എനിക്ക് മാഡം? എക്സ്പീരിയൻസ് ഇല്ല ഡോക്ടറെ, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഞാനിങ്ങനെ ഓ ഫ്ലൂയിഡ് ലീക്കായി എന്ന് പറയുമ്പോൾ ലൂക്കോറിയ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവേ. വെള്ളപ്പോക്കാണ് വെള്ളപ്പോക്കാന്ന് പറയും. പക്ഷെ ഞാൻ അങ്ങനെ അമിതമായിട്ട് വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ സെപ്പിയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആ വെള്ളപ്പോക്ക് അത് കൺട്രോൾ ആയില്ലെങ്കിൽ പറയും നിങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാൻ പറയും. നമുക്കത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആണോ ലൂക്കോറിയ ആണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളത് റിസ്ക് ഫാക്ടർ അല്ലേ. നമ്മളത് ഈ ലാസ്റ്റ് മന്തില് വൈദ്യം ചെയ്യാതിരിക്കുകയാണ് നല്ലത്. നല്ല അനുഭവമുള്ള അവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. ഓക്കെ. ലാസ്റ്റ് മന്തിലൊക്കെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആവാനേ സാധ്യതയുള്ളൂ. അപ്പോഴും ലീക്കായ അതെ പിന്നെ അതെ വെച്ചോണ്ടിരിക്കരുതെന്നല്ലേ പറയുന്നത്. അതെ 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 അതെ. ശരി മാഡം, ശരി. ഓക്കെ, അജിമോൾ ഡോക്ടർ, നമ്മളെ ക്ലാസ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പെട്ടെന്നാണെന്ന് സമയം പോയത് അറിഞ്ഞില്ല. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് എടുത്ത ശാന്താചന്ദ്രൻ മാഡത്തിന് നന്ദി പറയുന്നതിന് അജിമോൾ ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിൽ നന്ദി രേഖപ്പെടുത്തുന്നതിന് അജിമോൾ ഡോക്ടറെ ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സൂമിൽ ഒരു പുതിയ അതിഥി പങ്കെടുത്തിട്ടുണ്ട്. ഡോക്ടർ ഷൈല ഗിരീഷ്, തിരുവനന്തപുരം ജില്ലയില് ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്ന ഡോക്ടറാണ്. ഡോക്ടർ ഒന്ന് ആദ്യമായിട്ടാണ് നമ്മളെ സൂമിൽ ഇന്നത്തെ കയറി ഞാൻ കണ്ടിട്ടുള്ളത്. ഡോക്ടറെ സ്വാഗതം ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. തീർച്ചയായും വളരെ സന്തോഷം. അജിമോൾ ഡോക്ടർക്ക് നന്ദി. പ്രകാശനത്തിലേക്ക് കടക്കാം. താങ്ക് യു ശൈല ഡോക്ടറെ. ശാന്ത ഡോക്ടറുടെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. മാഡത്തിന്റെ ഇതിനു മുമ്പുള്ള ക്ലാസ് നമുക്ക് വളരെ ഗുണമുള്ളത് തന്നെയായിരുന്നു. മാഡത്തിന് ഈ എൻ്റെ പേരിലും IMPHന്റെ പേരിലുള്ള നന്ദി പ്രത്യേകം പറയുന്നു. താങ്ക് യു സോ മച്ച്. കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം. അജിമോൾ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ 1912 ദിവസത്തെ മലയാളം വെബിനാർ അവസാനിപ്പിക്കുവാൻ സമയമായി. ഇന്ന് സൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി, നമസ്കാരം.